എല്ലാവർക്കും മല്ലു ഡീറ്റെയിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറുതും വലുതുമായ നിരവധി സംഭവവികാസങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ പുറത്തു വന്നിട്ടുള്ളത്. ഒരു കാലത്ത് നിരന്തരം സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന പല നടിമാരും ഇടയ്ക്ക് പൂർണ്ണമായും സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്നു. പലരും പിന്നീട് തിരികെ വരികയും വീണ്ടും ഇടവേള എടുത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രതികരിക്കാൻ പോയതിന്റെ പേരിൽ തങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള നിരവധി അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ പല നടിമാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനു പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിലൂടെയാണ് ഇതെല്ലാം പുറത്തുവരുന്നത്. അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാർക്ക് ആദ്യം എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കും. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, പൊട്ടുവെക്കാം, അങ്ങനെയൊക്കെ. പിന്നീട് ഇവരുടെ സ്വഭാവം മാറി തുടങ്ങും. ഫോണിലൂടെ വിളിച്ച് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ട സംവിധായകർ ഉണ്ടത്രേ. പിന്നീട് സെറ്റിലേക്ക് ചെല്ലുമ്പോൾ വളരെ മോശമായി പെരുമാറുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അവസരത്തിന് വേണ്ടി കിടക്ക പങ്കിടണം എന്ന് മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കും പ്രതികരിച്ചതിന്റെ പേരിൽ പലരെയും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഈ നടിമാർ തന്നെ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. മലയാള സിനിമ മേഖലയിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി താരങ്ങളാണ് അനുഭവങ്ങളുമായി മുന്നോട്ട് വരുന്നത്. പക്ഷേ എല്ലാവർക്കും പ്രതികളുടെ പേര് വെളിപ്പെടുത്താൻ ഭയമാണ്. അപ്പോൾ കാത്തിരിക്കാം ഇനിയെന്താകും ഇതിനു പിന്നാലെ സംഭവിക്കുക എന്ന്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.